ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. ഞാൻ അഭിന. എല്ലാവർക്കും ഒരിക്കൽ കൂടി അബീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഡേ 5 ആയിട്ടുണ്ട്. 5ാമത്തെ ഓണപ്പൂക്കളാണ് ഇന്ന്. അപ്പോൾ ഇന്ന് കൂടെ ഒരു കുഞ്ഞി വ്ളോഗും കൂടെ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ അമ്മ അല്ല ഇവിടെ, അമ്മ ചേച്ചിയുടെ വീട്ടിലാണ്. അവിടെ മൂക്ക് പനി ആയത് കാരണം പോയോ കേസിൻ്റെ കയ്യിൽ പോയോ അവിടെ മൂക്ക് പനി ആയത് കാരണം അമ്മ അവിടെയാണ് ഉള്ളത്. ഇവിടെ വന്നിട്ട് ഇനി പിള്ളേർക്കും കൂടെ പനി ആവണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അമ്മ അങ്ങോട്ട് പോയതാണ്, മോളുടെ അടുത്തേക്ക് പോയതാണ്. അപ്പം എന്താ കേശു രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. ചിപ്സ് കൊടുത്തതാണ്. ഇതൊന്ന് അത് മുഴുവൻ കളഞ്ഞ കുഞ്ഞിപ്പെണ്ണ് രാത്രി ഇന്നലെ ഉറങ്ങിയപ്പോൾ 1:30 മണീൻ്റെ അടുത്ത് ആവാനായിട്ടുള്ളത് കാരണം ആൾ എഴുന്നേറ്റിട്ടില്ല. കിടന്നിങ്ങനെ ചിനുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ സമയം 8:45 കഴിഞ്ഞു. 10 മിനിറ്റ് 8:45 ആവാനായി. 10 മിനിറ്റ് ഫാസ്റ്റാണ് കേട്ടോ ക്ലോക്ക്. അപ്പം നേരത്തെ ഇറങ്ങാൻ വേണ്ടി 10 മിനിറ്റ് ഫാസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ആ 10 മിനിറ്റ് ഫാസ്റ്റാണെന്ന് അറിയുന്നതുകൊണ്ട് നേരത്തെ ഇറങ്ങും, അല്ലാതെ വേറെ കാര്യം. അപ്പോൾ 9 മണി ആവാൻ പോകണം. അപ്പോൾ അയില വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വെട്ടിയിട്ട് വേണം എനിക്ക് കുളിക്കാൻ. ഇല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മീൻ വെട്ടുമ്പോൾ മീനൊക്കെ ഒരു മണമല്ലേ പിള്ളേരൊക്കെ എടുക്കുന്നതുകൊണ്ട്. അപ്പോൾ വേഗം ചെന്നിട്ട് മീൻ വെട്ടിയിട്ട് നമ്മൾ എന്താ പറയുക പൂക്കളം ഇടണം, പിള്ളേർക്ക് കഞ്ഞി കൊടുക്കണം. പിന്നെന്താ കോലായിൽ പൂക്കളം മാറ്റിയിട്ടില്ല. അപ്പോൾ അതൊന്ന് അവിടെ നിന്ന് പൂക്കളം മാറ്റി അടിച്ച് തുടയ്ക്കണം. അതൊക്കെ നമ്മൾ ഡെയിലി രാത്രി തുടയ്ക്കും. അത് കാരണം രാവിലെ പിന്നെ അകം തുടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില പിള്ളേർ ഈ മൂത്രമൊഴിക്കലും അതുപോലെ തന്നെ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ തറയിലൊക്കെ കിടക്കില്ല. അപ്പോൾ ഉറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ഡെയിലി കിടക്കാൻ പോകുന്നതിൻ്റെ മുന്നേ അകം മുഴുവൻ അടിച്ച് എല്ലാ റൂമും തുടച്ചിട്ടാണ് കിടക്കലുള്ളത്. എന്താ പറയുക, ഉറുമ്പ് വരണ്ട. താഴെ ബെഡിട്ട് കിടക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഉറുമ്പ് വരില്ല. അപ്പോൾ അത് കാരണം മൊത്തം അടിച്ച് തുടച്ചിട്ടാണ് കിടക്കില്ല. അപ്പോൾ രാവിലെ കൊലായും തുടയ്ക്കാറുണ്ട്. അപ്പോൾ പൂക്കളുള്ളതുകൊണ്ട് ഇപ്പോൾ കൊലായി രാവിലെ തുടയ്ക്കാറില്ല. രാവിലെ കൂടുന്നതിന് മുന്നേ കൊലായും തുടയ്ക്കും. അപ്പം കൊലായൊക്കെ തുടച്ചിട്ട് മീനും വെട്ടിയിട്ട് ഞാൻ പോയിട്ട് കുളിക്കട്ടെ. കുളിച്ച് വന്നിട്ട് പിള്ളേർക്ക് ഫുഡ് കൊടുത്തിട്ടേ പൂക്കളിടുന്നുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് വിശക്കില്ലേ. ഒരാളിപ്പോൾ ഇരുന്ന് കഴിക്കുന്നുണ്ട്, മറ്റാൾ കഴിഞ്ഞിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ അയാൾക്ക് കൊടുക്കണം. ഇത് ചുണ്ട് തീർത്തിരിക്കുന്നുണ്ട്. എവിടെയാണ് മുറിഞ്ഞിട്ടുണ്ട്? മുറിഞ്ഞതാണ്, അങ്ങനെ കൈ കൊണ്ടതാണ്. നല്ല സുഖമുണ്ട്, നല്ല വേദന. ഇങ്ങനെ വാ തുറന്ന് വർത്താനം പറയാൻ പറ്റുന്നില്ല. ഇത്രയും മനാധികാരം കുറച്ചേരം ഉണ്ടാതിരിക്കുമല്ലോ എന്നാണ് നിങ്ങൾ. വാ തുറക്കാൻ പറ്റുന്നില്ല, ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. അത്ര നേരെങ്കിലും സമാധാനം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വ്ളോഗും പ്ലസ് നമ്മുടെ ഓണപ്പൂക്കളം 5ാമത്തെ ദിവസമാണ്. നല്ല അടി കിട്ടും എനിക്ക്. ഞാൻ ബാത്റൂം പോയി വന്നപ്പോഴേക്കുള്ള പരിപാടിയാണ്. ചിപ്സൊക്കെ മേശയിൽ കൊണ്ടിട്ടിട്ട് സാറ് ചിപ്സ് കൊടുത്ത പാത്രം വെച്ചിട്ട് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഇതാണ്ട് രാവിലെ എഴുന്നേറ്റ് വന്നപടി ചെയ്തതാണ്. ടോയ്സ് മുഴുവൻ കമറ്റിയിട്ടുണ്ട്. അവർ കളിക്കില്ല, എന്നാലും അവർക്ക് ടോയ്സ് മുഴുവൻ വലിച്ചിടണം. കണ്ടോ, മുഴുവൻ ഈ വണ്ടിയിൽ വെള്ളം ഒഴിച്ചിട്ട് താഴെ കിടക്കുന്നുണ്ടോ. അപ്പോൾ മീൻ വെട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം മഞ്ഞപ്പൊടിയും കുരുമുളകും ഉപ്പും ഇട്ടിട്ട് എന്താ പറയുക നമ്മുടെ മീൻ അതിൽ തേച്ച് പിള്ളേർക്കുള്ളത് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 മീൻ എടുത്തിട്ടുണ്ട്. ഒന്ന് ഉച്ചക്കത്തേക്കും ഒന്ന് രാത്രിക്കത്തേക്കും അവർക്കുള്ളത് പുരട്ടി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീനൊക്കെ നന്നായിട്ടൊരു 4 വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെട്ടി വെച്ച പാടാണ്. അപ്പം നന്നായിട്ട് കഴുകി അത് വരഞ്ഞ് അവരത് പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചു. കറിക്ക് ആവശ്യമുള്ളത് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഏട്ടനും കാശിക്കും രാത്രി വറക്കാനുള്ളത് അതും ഫ്രിഡ്ജിൽ വേറെ വെച്ചു. അപ്പോൾ കേശനെ കൊണ്ട് ഒരു രക്ഷയില്ല. കണ്ടോ, ഇപ്പോൾ വന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫ്രിഡ്ജ് തുറക്കുക, അതിലുള്ള സാധനങ്ങൾ മുഴുവൻ എടുക്കുക, പാലും സാധനങ്ങൾ മുഴുവൻ എടുത്ത് പുറത്ത് വെക്കും. ഇതാണ് ഇപ്പോൾ ഫുൾ ടൈം പരിപാടി. ഞാൻ പിണങ്ങിയാൽ ഇന്ന വന്ന് തല്ലും. അതാണ് മൂപ്പരുടെ പ്രധാന പരിപാടി. അപ്പോൾ ഞാൻ വേഗം നമ്മുടെ അടുക്കളയൊക്കെ ഒതുക്കി രാവിലെ ഉണ്ടാക്കുന്ന പാത്രങ്ങൾ മുഴുവൻ ഒതുക്കിയതിന് ശേഷമാണ് മീൻ വെട്ടിയത്. മീൻ വെട്ടി കഴിഞ്ഞപ്പോൾ വേഗം പിള്ളേർക്ക് കഞ്ഞി കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ മീൻ വെട്ടാൻ പോണതിന് മുന്നേ ഇവർക്ക് ഓരോ നേന്ത്രപ്പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തതിന് ശേഷമാണ് കഞ്ഞി മീൻ വെട്ടാൻ പോയില്ലെങ്കിൽ വിശക്കുമല്ലോ. അപ്പം കഞ്ഞിയും തൈരുമാണ് എന്നുള്ളത്. കഞ്ഞിയും മുട്ട പുഴുങ്ങിയത് അല്ലെങ്കിൽ കഞ്ഞി പപ്പടം അങ്ങനെയൊക്കെയാണ് ഉണ്ടാകാറുള്ളത്. തൈരും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കഞ്ഞിയും തൈരുമാണ് രാവിലെ. പഴം കഴിച്ച് എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ മീൻ വെട്ടാൻ പോകണല്ലോ മുന്നേ ഒരു നേന്ത്രപ്പഴം കൊടുത്തിട്ടുണ്ട്, വലിയ പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പേരും കഴിച്ച്. കുഞ്ഞ് തന്നെ കഴിച്ചോളും. ഇവൻ 2 കടിയൊക്കെ തന്നെ കഴിക്കും. പിന്നെ മുഴുവൻ ഉടച്ചിട്ട് ഇവിടെ മുഴുവൻ തേച്ചിടും. അങ്ങനത്തെ കുറച്ച് കുരുത്തം കെട്ട പരിപാടികളൊക്കെ ഉള്ളത് കാരണം അവനെ കഴിപ്പിച്ചിട്ടാണ് ഞാൻ പോയിട്ട്
പാത്രമൊക്കെ കഴുകി മീനൊക്കെ വെട്ടിയത്. അപ്പോൾ അതിലൊക്കെ വെട്ടി കഴിഞ്ഞ് കുറച്ച് ചെമ്മീനും കൂടി ഇരിപ്പുണ്ട്. അത് പിന്നെ സാവധാനം കിള്ളാലോ, മെയിലും അങ്ങനെ സ്മെല്ലൊന്നും ആവില്ലല്ലോ. അത് കാരണം ഞാൻ ഇവർക്ക് കഞ്ഞി കൊടുത്ത് ഇവരെയും കുളിപ്പിച്ചിട്ട് ഞാനും കുളിച്ചിട്ട് കളടാം. ഇപ്പോൾ സമയം 9:20 ആയിട്ടുണ്ട്. അപ്പോൾ വേഗം അവർക്ക് കഞ്ഞി കൊടുക്കട്ടെ. അപ്പം നമ്മുടെ കുളി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടൈം ഇപ്പോൾ 10 മണിയായി. പിള്ളേർക്ക് ഫുഡ് കൊടുത്ത് അവരെ എന്ത് ചെയ്തു, കുളിപ്പിച്ചു. ഇതാണ്ട് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ കയറിയപ്പോൾ TV പിന്നെയും വെച്ച് കൊടുത്തതാണ്. അപ്പം ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു TV ഫുഡ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതാ വീണ്ടും TV വെച്ച് കൊടുത്തു. അപ്പോൾ 10 മണിയായി, ലേറ്റായി. നമുക്ക് വേഗം കളയിടാം. ഇതാണ് നമ്മുടെ 50 രൂപയുടെ പൂവ്. അപ്പോൾ ഇതാണ് നമ്മൾ 2 പോർഷനായിട്ട് കറക്റ്റായിട്ട് എണ്ണീട്ട് 1 2 1 2 എന്ന് പറഞ്ഞ 2 സെക്ഷനാക്കി വെച്ചിട്ടാണ് 2 ദിവസത്തേക്കായിട്ട് എടുക്കൽ. അപ്പം പൂവ് ഞാനിങ്ങനെ 2 പോർഷനാക്കി വെച്ചതാണ്. ഇവിടെ ഒരാളെ ഉണ്ടോ വന്ന് കത്തിക്ക് എടുക്കുന്നത്. ഞാൻ കൊലയിൽ നിന്നിട്ടാണ് അരിയാറ്. ഇന്നിപ്പോൾ ഞാൻ അകത്ത് വന്നിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ അതാണ്ട് 2 പോർഷനാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്ന് യൂസ് ചെയ്യാനുള്ളതാണ്. ഇത് നാളത്തേക്ക് വെച്ചതാണ്. അപ്പോൾ ഇത് കുറച്ചൊന്ന് വാടിയതുപോലത്തൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഫ്രഷ് ആയിട്ടുള്ളത് നാളത്തേക്കും വെച്ചു. പിന്നെ നമ്മൾ കുറച്ച് പച്ചിലൊക്കെ കൂട്ടിയിട്ടിട്ടാണ് നമ്മുടെ പൂക്കൾ. അങ്ങനെ വലിയ ഗംഭീര പൂക്കളൊന്നും അല്ലാത്ത കാരണം നമുക്ക് ഇതൊക്കെ തന്നെ ധാരാളമാണ്. ഇപ്പം നമുക്ക് വേഗം ഇതൊന്ന് അകത്തുനിന്ന് തന്നെ ഫുൾ സെറ്റാക്കിയിട്ട് കോലായി കൊണ്ടുപോയിട്ട് ഇടുകയാണ്. ഇല്ലെങ്കിൽ ഇവരകത്ത് ഇരുത്തിയിട്ട് എനിക്ക് കോലായി പോയിട്ട് ഇടാൻ പറ്റില്ല. പിന്നെ ഇവരെ മുറ്റത്ത് ഇറക്കിയാൽ ഇവരെ പുറകെ ഒരാൾ വേണം. അല്ലാതെ അമ്മയുള്ളപ്പോൾ കുഴപ്പമില്ല, നമുക്ക് മുറ്റത്ത് ഇറക്കി വിടാം. ഇന്നിപ്പോൾ അത് പറ്റാത്ത കാരണം ഞാൻ അകത്തുനിന്ന് തന്നെ പൂവൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് കോലായി പൂവ് ഇട് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ 10:15 ആവാനായി സമയം. വേഗം ഇടട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പൂക്കളം. അപ്പം എനിക്ക് ഇട്ടതിൽ വെച്ച് ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ പച്ചയ്ക്ക് അല്ല, ഈ ലാസ്റ്റത്തെ യെല്ലോ ഒക്കെ ഒരു ഔട്ട്ലൈനും കൂടെ കൊടുക്കാമായിരുന്നു. അപ്പോൾ ഗ്രീനൊന്നും എടുക്കാനും കട്ട് ചെയ്യാനും സമയമില്ലാത്ത കാരണം ഇത് മതി. അപ്പം നമ്മുടെ പൂക്കളിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിള്ളേർ 2 പേരും ഉറക്ക് വന്ന് ഭയങ്കര വാശിയായി. അപ്പം പിന്നെ അവരെ ഉറക്കി ഇതാണ് കിടക്കുന്നത്. ഇപ്പോൾ ഹോളിലാണ് കിടക്കുന്നത്. അകത്തേക്ക് എടുത്ത് കിടത്തണം. എന്നിട്ട് ബെഡൊക്കെ മാറ്റി അടിച്ച് തുടക്കൊക്കെ വേണം. പിന്നെ കറി വെക്കണം. അവർ ഉറങ്ങിയിട്ട് അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ കറി വെക്കണം. പിന്നെ മോന് നാളെ സ്കൂളിൽ നമ്മുടെ കുക്കിംഗ് കോമ്പറ്റീഷനാണ്, ലിറ്റിൽ ഷെഫ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അവന് ഫൈനലിലേക്ക് സെലക്ട് ചെയ്തത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സ്കൂളിൽ ഫംഗ്ഷനോ അതേപോലെ പരിപാടികളൊക്കെ വരുമ്പോൾ അമ്മമാർക്കാണല്ലോ ഇരട്ടിപ്പണി ഉണ്ടാവുക. അപ്പോൾ ഇന്നലെ അവനെ കൊണ്ട് ചെയ്യിച്ചപ്പോൾ ഞങ്ങൾ ചെയ്തപ്പം നന്നായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഡിഷിൻ്റെ പേര് പറഞ്ഞിരിക്കുകയാണ്. അത് ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ചല്ല, ആ ഡിഷ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഞങ്ങൾ ചെയ്യാൻ പോണത് പോഹ ഫ്രൂട്ടി മിൽക്ക് സാലഡാണ്. പോഹ ഫ്രൂട്ടി മിൽക്ക് സാലഡ്, എങ്ങനെയുണ്ട് പേര്? അപ്പം അതാണ് ചെയ്യാൻ പോണത്. അപ്പം എങ്ങനെയാവും എന്നുള്ളത് അറിയില്ല. അവൻ സംഭവം ടേസ്റ്റ് ഉള്ള സെറ്റാണ്. അവന് പെട്ടെന്ന് ചെയ്യാനും പറ്റുന്നതാണ്. വെച്ചാൽ അടുപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല. അടുപ്പ് തീ ഓവൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും പറ്റില്ല. മിക്സിയും പറ്റില്ല സ്കൂളിൽ നിന്നായതുകൊണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസേ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഈ ഒരു ഐറ്റം നോക്കിയത്. അപ്പം അവൻ ചെയ്യുമോ, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യണം, അവർ ചോദിക്കുന്നത് ക്വസ്റ്റ്യൻസ് ആൻസറൊക്കെ പറയണം, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ 1ാം ക്ലാസ്സിലായതുകൊണ്ട് അവർ അധികം ഒന്നിട്ട് ബുദ്ധിമുട്ടിക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഒന്ന് ജസ്റ്റ് അവനെ കൊണ്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. അവൻ പിന്നെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് പറഞ്ഞോളും, പറയാറുണ്ട്. ഇവിടുന്ന് ആ ഒരു പ്രതീക്ഷയിൽ വിശ്വാസത്തിൻ്റെ പുറത്ത് നിങ്ങൾ ചെയ്യുന്നു വരുന്നത് പോലെ വരട്ടെ. ലിറ്റിൽ ഷെഫിൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നാളെ സ്കൂളിൽ നിന്നാണ്. അപ്പം നമുക്ക് പാരൻസ് അലൗഡ് അല്ല. അപ്പം സാധനങ്ങളൊക്കെ അവനെ കൊടുക്കണം. അപ്പം ഈ പൊട്ടുന്ന പാത്രങ്ങൾ, നമ്മൾ എസെൻഷ്യൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ പൊട്ടുന്ന പാത്രങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം അവനെ ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചത്. അവനെ റെഡി ആക്കിയിട്ട് അവനെയും കൊണ്ട് ഞാൻ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതൊന്ന് മിസ്സിനോട് ചോദിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി വ്ളോഗ് എടുത്ത് നിന്നാൽ മേ ബി എൻ്റെ ടൈം എല്ലാം പോകും, എൻ്റെ പണികളൊന്നും നടക്കില്ല. അപ്പോൾ അവർ എഴുന്നേൽക്കുന്നതിന് മുന്നേ എനിക്ക് ഫുൾ സെറ്റ് ആക്കണം. അപ്പം നാളെ നമ്മുടെ 6th ഡേ വീഡിയോ ആയിട്ട് കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു.